പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് കർത്താവിൻ്റെ ദാസൻ ബെൻസിക് മിറാൻഡ എന്ന പേരിൽ അറിയപ്പെടുന്ന കർത്തൃദാസനാണ്. അദ്ദേഹം വളരെ അറിയപ്പെട്ട ഒരു സൈക്കോ തെറാപ്പിസ്റ്റാണ്. അപ്പോൾ തന്നെ ഫാമിലി കൗൺസിലിങ്ങിൽ ദൈവം ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവഭൃത്യനാണ്. തിരുവനന്തപുരം പ്രദേശത്ത് പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്നു. കുടുംബസ്ഥനാണ്. 2 കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിനുണ്ട്. തുറന്നുള്ള സമയം ഞാൻ മുഖവര പറഞ്ഞ സമയം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ഞാൻ ടൈം കൈമാറാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ സ്നേഹപൂർവ്വം തുറന്നുള്ള ക്ലാസ്സിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച കർത്തൃദാസനെ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. പേരുകൊണ്ട് തന്നെ ഞാൻ വ്യത്യസ്തനാണ്. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചു കാണും ഇത് ഏത് ടൈപ്പ് പേരാണെന്നല്ലേ? ആണോ അല്ലയോ? അതെ. അതിനുശേഷം പ്രിയ പാസ്റ്റർ സൈക്കോ തെറാപ്പിസ്റ്റ് എന്നുകൂടെ കേട്ടപ്പോൾ ഇത് ഏത് സൈക്കോയാണെന്ന് ചിലപ്പോൾ ചിന്തിച്ചു കാണും. ആണോ അല്ലയോ? വെരി ഗുഡ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറുമ്പോഴാണ് നാം ശരിയായിട്ട് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൗമാര യൗവനക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ അല്ലയോ എന്ന് പല വിഷയങ്ങളിൽ നമ്മൾ ആശങ്കയുള്ളവരായി തീരാറുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന വാതിലിലൂടെ പ്രവേശിക്കുന്നവർക്ക് മാത്രമേ ശരിയായിട്ട് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു എന്ന വാക്യം നിങ്ങൾ പാടുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു. നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ പാട്ടും നിങ്ങളുടെ ഈ പ്രായത്തിലെ ആ ചുറുചുറുപ്പും നിങ്ങളുടെ എല്ലാം ദൈവത്തിന് വേണ്ടി കൊടുത്തുള്ള നിങ്ങളുടെ ഈ സമയം ചിലവഴിപ്പുണ്ടല്ലോ, സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക കുടുംബങ്ങൾ, അനേക വ്യക്തികളുണ്ട്. പക്ഷേ അതിൽ ഒരു വ്യക്തിയെ ഞാൻ എടുത്തിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഏതൊക്കെ മേഖലകളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ് അല്പം നിങ്ങളുടേതായ നിങ്ങൾ കടന്നു പോകുന്ന ചില പ്രശ്നങ്ങളാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന ചില പ്രതിസന്ധികളാകട്ടെ, ഇതിനൊക്കെയുള്ള പരിഹാരം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് എൻ്റെ സമയത്തിനുള്ളിൽ ഞാൻ നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം. എല്ലാവരും നമ്മുടെ ചിന്ത ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബൈബിൾ തുറക്കുക, എല്ലാവരും ബൈബിൾ തുറക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ നിങ്ങളിൽ ചിലരെ സ്റ്റേജിലേക്ക് വിളിക്കും. ഇതൊരു ഇൻട്രാക്റ്റീവ് സെക്ഷനായിട്ടായിരിക്കും പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. എനിക്കൊരാൾ മൈക്കും വെച്ചൊന്നിരിക്കുന്നത് നല്ലതാണ്, അപ്പോൾ വായിച്ചു തരാനായിട്ട്. ബൈബിളിലെ വാക്യങ്ങൾ അപ്പോൾ വായിച്ചു തരാൻ ഒരു മൈക്ക് ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് കൊടുക്കുക. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. ഓക്കെ, മതി. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. സ്വർഗത്തിലെ ദൈവം ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ആ പ്രപഞ്ചത്തിൽ മനുഷ്യന് വേണ്ടിയിട്ട് നൽകപ്പെട്ട ഒരു ഭൂമി, ആ ഭൂമിയിൽ അനന്ത സാധ്യതയുള്ള റിസോഴ്സുകൾ, ആ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ഉണ്ടാക്കി വയ്ക്കുകയാണ്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയപ്പോൾ അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോണം. യുവജനങ്ങൾ പ്രത്യേകിച്ചും ചിന്തിച്ചാലോചിച്ച് മറുപടി പറയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആലോചിച്ച് ഉത്തരം പറയണം. ഉത്തരം പറയുന്നവർ എഴുന്നേറ്റൊന്ന് ഉത്തരം പറഞ്ഞാൽ വളരെ നല്ലത്. നിങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞാൽ അത് ശരിയാണ്. സോ ഡോണ്ട് വറി. ഓക്കെ, ചോദ്യം ഇതാണ്. ഭൂമിയെ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കി. ആ ഭൂമിയിൽ പ്രത്യേകമായ ഒരു സ്ഥലം വേറെ ഉണ്ടാക്കി വെച്ചു.
അതിന് ഏദൻ തോട്ടം എന്ന് പേരിട്ടു. എന്നിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ ഏദൻ തോട്ടത്തിൽ കൊണ്ടുപോയി ആക്കി. ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ ഭൂമിയിൽ എവിടെയെങ്കിലും നീ ജീവിച്ചോ എന്ന് പറഞ്ഞു വിടാതെ ഏദൻ തോട്ടം എന്ന പ്രത്യേക സ്ഥലമുണ്ടാക്കി, ഒരു ബൗണ്ടറി അതിന് സൃഷ്ടിച്ച് അതിനകത്ത് നീ താമസിക്കണമെന്ന് പറഞ്ഞാക്കി? കമോൺ, എന്തുത്തരവും പറയാം. ദൈവത്തിന്റെ തോട്ടമായിരുന്നു. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഗിവ് എ ബിഗ് ക്ലാപ്പ്, ഗിവ് എ ബിഗ് ക്ലാപ്പ്. എക്സലന്റ്. ദൈവത്തിന്റെ തോട്ടമായിരുന്നു. മറ്റെന്തെങ്കിലും ആൻസർ, മറ്റെന്തെങ്കിലും ഉത്തരം? പറഞ്ഞോ. ഭൂമി എന്നുള്ള ഈ വലിയ സംവിധാനത്തിൽ അനേക രാജ്യങ്ങൾ, അനേക ഭൂഖണ്ഡങ്ങൾ. എന്നാൽ ഇതിനകത്ത് ഈ ഏദൻ തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ തന്നെ ഈ ആദം ജീവിക്കണമെന്ന് ദൈവം എന്തുകൊണ്ട് ആഗ്രഹിച്ചു? എന്തായിരിക്കും കാരണം? എല്ലാ യൗവനക്കാരോടും എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോണം. God has a plan to where we have to stay. നമ്മൾ എവിടെ താമസിക്കണമെന്ന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എവിടെയെങ്കിലും വേണമെങ്കിൽ താമസിക്കാം ഈ ഭൂമിയിൽ. പക്ഷേ ദൈവം ആദമിനെ കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേക സ്ഥലത്താക്കി. ആ സ്ഥലത്ത് തന്നെ ആദം താമസിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പല ആഗ്രഹങ്ങളുണ്ട്. കുറച്ചുകൂടെ പഠിച്ച് വളർന്നതിന് ശേഷം ബാക്കി പറഞ്ഞേ. കാനഡയിൽ പോകാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവയ്ക്കേ. എന്തായാലും പോകത്തില്ല, ഇപ്പം വിടത്തില്ല. പോകത്തില്ലെന്നല്ല, പോകും. ഇപ്പം വിടാൻ സാധ്യതയില്ല. എന്നാലും ഒന്ന് കൈവയ്ക്കേ. കാനഡയിൽ പോകാൻ ആഗ്രഹമുള്ളവർ കമോൺ. കാനഡ, അമേരിക്ക, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ. ഓക്കെ, വെരി ഗുഡ്. ഇനി വേറെ എവിടെ ഉണ്ട്? എവിടെ? കേട്ടില്ല. പാരീസ്. ഓ, പാരീസ്. പാരീസുകാര്. ഓക്കെ, ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെയാണ് ജനിക്കേണ്ടതെന്നും എവിടെയാണ് വളരേണ്ടതെന്നും ഏത് മാതാപിതാക്കന്മാരുടെ കീഴിലാണ് വളരേണ്ടതെന്നും സ്വർഗത്തിലെ സർവജ്ഞാനിയായ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മോട് തന്നെ ഒരു ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, എന്തിന് ഞാൻ ഈ പപ്പയുടെയും മമ്മിയുടെയും വീട്ടിൽ ജനിച്ചു? എന്തിന് ഞാൻ ഈ മമ്മിയുടെ ഉദരത്തിൽ ജനിച്ചു? പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ നമ്മൾ മിക്കവാറും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, എന്തിന് ഞാൻ ഈ വീട്ടിൽ ജനിച്ചു? അംബാനിയുടെ വീട്ടിൽ ഞാൻ ജനിക്കാത്തത് എന്ത്? ഏതെങ്കിലും വലിയ പണക്കാരൻ്റെ വീട്ടിൽ ഞാൻ ജനിക്കാത്തത് എന്ത്? വൈ ഹിയർ? എന്തുകൊണ്ട് ഈ വീട്ടിൽ? യൗവനക്കാരെ, സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ആ സർവജ്ഞാനം ഉപയോഗിച്ച് ദൈവം നിശ്ചയിച്ചതാണ് നിങ്ങൾ ഏത് വീട്ടിൽ ജനിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. സകല കുടുംബത്തിനും പേര് വരുവാൻ നാഥനായ ക്രിസ്തു ഓരോ കുട്ടിയും ഏത് ഭവനത്തിൽ ജനിക്കണമെന്നും എത്രാമത്തെ കുട്ടിയായി ജനിക്കണമെന്നും ദൈവത്തിന് പ്ലാനുണ്ട്. ഈ മുതിർന്ന കുട്ടികൾ, വീട്ടിലെ മൂത്ത കുട്ടികൾ ചിലപ്പോൾ പറയാറുണ്ട്, ഇളയ കുട്ടിയായി ജനിച്ചെങ്കിൽ മതിയായിരുന്നു, വീട്ടിലെ ഉള്ള എല്ലാ ജോലിയും. ബാക്കി പറ. ഇനി ഇളയ പിള്ളേർ പറയും, ഞാനാണിവിടെ ഏറ്റവും ഇളയ കുട്ടി, അതുകൊണ്ട് മൂത്ത ചേട്ടനും ചേച്ചി എന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് അടിക്കുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നു. എങ്ങാനും എന്നെ എൻ്റെ പപ്പയും മമ്മി ആദ്യം പ്രസവിച്ചിരുന്നെങ്കിൽ. പെൺകുട്ടികളോട് ചോദിക്കുകയാണ്, സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ, ആൺകുട്ടിയായിട്ട് ജനിച്ചെങ്കിൽ കൊള്ളാമാ? നല്ലൊരു ക്ലാപ്പ് കൊടു. ആൺകുട്ടികളോട് ചോദിച്ചില്ല. ആൺകുട്ടികളോട് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ പെൺകുട്ടിയായിട്ട് ജനിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു? ഇല്ല. ഓക്കെ. അപ്പോൾ പെൺകുട്ടികളോട് ഞങ്ങൾ സാധാരണ ചോദിക്കാറുണ്ട്, നിങ്ങളെന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? അത് പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ ആൺകുട്ടികളാണെങ്കിൽ ഏത് സമയം വീട്ടിലോട്ട് കയറി വരാം. ഞങ്ങൾക്കാണെങ്കിൽ നിയന്ത്രണങ്ങളുണ്ട്. എപ്പോൾ കയറണം, എപ്പോൾ പുറത്തിറങ്ങണം, എന്തുടുക്കണം, എന്ത് കഴിക്കണം, ഏത് കൂട്ടുകാരനുമായിട്ട് സംസാരിക്കണം, ഏത് കൂട്ടുകാരിയുമായിട്ട് സംസാരിക്കണം. ഇനി ആൺകുട്ടികൾക്കാണെങ്കിൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഏത് വണ്ടിക്കും കൈ കാണിച്ച് ബാക്കിൽ കയറിയിരുന്നു പോവാം. ഞങ്ങൾക്ക് പറ്റത്തില്ല.
അവർക്കാണെങ്കിൽ ബുള്ളറ്റിൽ പോവാം, ഞങ്ങൾക്ക് അതിന് പറ്റുന്നില്ല. പക്ഷേ ആമ്പിള്ളാർ ഞങ്ങൾക്ക് പെൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് വെറുതെയാണ്. കാരണം എപ്പോഴെങ്കിലും ഒരിക്കൽ അവർ ചിന്തിച്ചിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ തള്ളേ പെണ്ണായിട്ട് ഒറ്റ ജനിച്ചിരുന്നെങ്കിൽ ഞാനിന്ന് പൊളിച്ചേനെ. പക്ഷെ എല്ലാവരോടും ഞാനൊരു കാര്യം പറയട്ടെ, സ്വർഗത്തിലെ ദൈവമാണ് തീരുമാനിച്ചത് ഞാൻ ആൺകുട്ടിയായിട്ട് ജനിക്കണോ പെൺകുട്ടിയായിട്ട് ജനിക്കണോ എന്ന്. അതുകൊണ്ട് ആൺകുട്ടികളായിട്ട് ജനിച്ചവരെന്നും ഓർത്തോണം, സ്വർഗത്തിലെ ദൈവം എന്നെ ആൺകുട്ടിയായിട്ട് ഈ ഭൂമിയിൽ ജനിപ്പിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ പെൺകുട്ടിയായിട്ട് ഈ ഭൂമിയിൽ ജനിപ്പിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ബി എ പ്രൗഡ് ടു സേ ദാറ്റ് യു ആർ എ ഗേൾ, യു ആർ എ വുമൻ. ഇന്നത്തെ പ്രശ്നം എന്തെന്നറിയാമോ? ആൺകുട്ടികൾക്ക് പെൺകുട്ടികളാകണം, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളാകണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ആഗ്രഹം. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി അല്ല. LGBTQ പോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് കൊടികുത്തി വാഴുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്തിനെ നിങ്ങളെ കോളേജിൽ അയച്ചു? നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു സ്വർഗത്തിലെ ദൈവത്തിന്റെ മകനാണെന്ന് പറയുവാൻ ചങ്കൂറ്റം കാണിക്കുന്ന യൗവനക്കാരെയാണ് സ്വർഗത്തിലെ ദൈവത്തിന് ആവശ്യം. അതിനുള്ള ധൈര്യമൊക്കെ ഇപ്പോൾ പോയി തുടങ്ങി. പക്ഷേ ഇത്തരം ക്യാമ്പുകളെയും ക്യാമ്പിൻ്റെ സംഘാടകരെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. എക്സലൻറ്റ്. നിങ്ങൾ നല്ലവണ്ണം ഈ ക്യാമ്പ് നല്ലവണ്ണം നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. നല്ല രീതിയിൽ നിങ്ങൾ ഈ ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുവന്നു. ഞാൻ ഉച്ചയ്ക്ക് വന്നത് മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു പല കാര്യങ്ങൾ. എക്സലൻറ്റ്. നല്ലവണ്ണം നിങ്ങളത് കോർഡിനേറ്റ് ചെയ്യുന്നു. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാമോ ഇതിൻ്റെ സംഘാടകർക്ക്? വെരി ഗുഡ്, എക്സലൻറ്റ്. അപ്പോൾ ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, മക്കളെ, നിങ്ങൾ ഏത് ഭവനത്തിൽ ജനിക്കണമെന്ന്, നിങ്ങൾ എവിടെ ജീവിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം പദ്ധതിയിട്ട് കഴിഞ്ഞു. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾ പോകാവൂ. ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യരുത്. സ്വർഗത്തിലെ ദൈവം അതിരിട്ട് തീരുമാനിച്ചതാണ്. ഇസ്രായേൽ ജനങ്ങളെ, നിങ്ങൾ എവിടെയാണ് ജീവിക്കേണ്ടതെന്ന്. മോശയുടെ അവസാന പ്രായമെത്തിയപ്പോൾ മോശയെ പിടിച്ച് മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് സ്വർഗത്തിലെ ദൈവം വിളിച്ചു കാണിച്ചു കൊടുത്തു. അല്ലയോ മോശേ, നിനക്കിതാ അതിരുകൾ ഞാൻ തിരിച്ചു തരികയാണ്. ഈ അതിരിനുള്ളിൽ വേണം ഇസ്രായേൽ ജനങ്ങളെ താമസിപ്പിക്കുവാൻ. ആ അതിരിനുള്ളിൽ വേണം സ്വർഗത്തിലെ ദൈവത്തിന്റെ പെട്ടകം വയ്ക്കുവാൻ. ആ അതിരിനുള്ളിൽ വേണം എല്ലാ ഗോത്രങ്ങളും ഉണ്ടായിരിക്കുവാൻ. അതിൽ നിന്ന് പുറത്തിറങ്ങരുത്. അതാണ് നിന്റെ അതിര്. അവിടെയാണ് ദൈവത്തിന്റെ സമാധാനമുള്ളത്. അവിടെയാണ് ദൈവത്തിന്റെ സംരക്ഷണമുള്ളത്. പക്ഷേ ഇസ്രായേൽ ജനങ്ങൾ തീരുമാനിക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കേണ്ട, ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കുന്ന സംരക്ഷണം ഇസ്രായേലിനായിരിക്കും. അവിടെ താമസിച്ചില്ലെങ്കിൽ സംരക്ഷണം ചിലപ്പോൾ കിട്ടണമെന്നില്ല. ദൈവം ഒരു പ്രവാചകൻ്റെ അടുക്കലേക്ക് ഒരു കാക്കയെ അയച്ചു. ഏത് പ്രവാചകൻ, ഏത് കാക്ക? ഈ കാക്ക എവിടെ അയച്ചത്? കെരീത്ത് തോട്ടിൽ. അപ്പോൾ ഈ കാക്കയ്ക്ക് പ്രത്യേക നിർദ്ദേശമുണ്ട്, ദൂതന്റെ നിർദ്ദേശമുണ്ട്. കെരീത്ത് തോട്ടിൽ പോകണം. കാക്ക പറന്ന് കെരീത്ത് തോട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്കും, ഉദാഹരണത്തിന് ചിന്തിച്ചോ, ഈ കെരീത്ത് തോട്ടിലാണ് ആര് പോയി ഇരിക്കേണ്ടത്? ഏലിയാവ്. പക്ഷെ ഇദ്ദേഹം അവിടെ പോയി ഇരിക്കാതെ, ഇദ്ദേഹം വരുന്ന വഴിക്ക് അവിടെ മാലാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടുത്തെ തോട്ടിലങ്ങ് ഇരിക്കുന്നതെന്നങ്ങ് ചിന്തിച്ചോ. കാക്ക കെരീത്ത് തോട്ടിൽ ഭക്ഷണമായിട്ട് പോവും, കണ്ടില്ലേ കാക്ക അതും കൊണ്ട് തിരിച്ചു പോവും. ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലായോ? എനിക്കും നിങ്ങൾക്കും തോന്നും പച്ചപ്പുല്ല് പോലുള്ള മേടുകൾ പോലുള്ള നല്ല സ്ഥലമാണ് അത്, എങ്കിൽ അവിടെ പോവാം, അല്ല എങ്കിൽ ഇവിടെ പോവാം. അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ദൈവം ആദമിനെ ഒരു പ്രത്യേക അതിർ വരച്ച് അവിടെ വച്ചെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് മക്കളെ, നിങ്ങൾക്ക് കാനഡയിൽ വേണമെങ്കിൽ പോകാം, അമേരിക്കയിൽ വേണമെങ്കിൽ പോകാം, എവിടെ വേണമെങ്കിൽ പോകാം. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ദൈവം അയക്കുകയാണെങ്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. പോകുന്നത് തെറ്റല്ല, പക്ഷേ ദൈവമാണ് അയച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മളുടെ ജീവിതത്തിൽ ദൈവഹിതം, നാം എവിടെ താമസിക്കണമെന്നുള്ളതിൻ്റെ ദൈവഹിതം വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നത് വലിയ അപകടത്തിലായിരിക്കും, യാതൊരു സംശയവുമില്ല. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. ഇന്ത്യ പോലുള്ള ഈ കുഴപ്പം പിടിച്ച സ്ഥലത്ത്, അതിക്രമവും അതുപോലെ തന്നെ അഴിമതിയും വർദ്ധിക്കുന്ന ഈ സ്ഥലത്ത്, മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത ഈ രാജ്യത്ത് നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തിൽ പോകുന്നതല്ലേ നല്ലതെന്ന് ന്യായമായ ഒരു ചിന്തയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിക്രമവും അഴിമതിയും വർദ്ധിക്കുന്ന
ഈ ഇന്ത്യ പോലുള്ള രാജ്യത്തിൽ ദൈവം എന്തുകൊണ്ട് തൻ്റെ കാൽവരി ക്രൂശിലെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്ത് ഇവിടെ ആക്കിയിരിക്കുന്നു? എന്തുകൊണ്ട്? വൈ യു ആർ ഹിയർ? എന്തുകൊണ്ട് നീ ആ കോളേജിൽ പോകുന്നു? എന്തുകൊണ്ട് നീ ഈ സ്കൂളിൽ പോകുന്നു? എന്തുകൊണ്ടെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിന് ചിലപ്പോൾ ഒരു ഉദ്ദേശം കാണും. ഈ ഇന്ത്യയെ ഉദ്ധീകരിക്കുവാൻ, ഈ ഇന്ത്യയെ ദൈവത്തിങ്കലേക്ക് ആദായപ്പെടുത്തുവാൻ യൗവനക്കാരായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഈ തിളയ്ക്കുന്ന രക്തമുണ്ടല്ലോ, അത് ഈ ഇന്ത്യയിൽ തന്നെ കൊടുത്താൽ ചിലപ്പോൾ ദൈവം തരുന്ന അനുഗ്രഹം എന്നുള്ളത് അത് നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലായിരിക്കും. ഇടംബലമറിയാതെ അന്ധവിശ്വാസത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും അഴിമതിയുടെയും അക്രമങ്ങളുടെയും കീഴിൽ ഇന്ത്യ ഇതാ കുലംകുത്തുമ്പോൾ അവിടെ നിന്നും ദൈവമക്കളെ എന്തുകൊണ്ട് നമ്മളെ ഈ ഭൂമിയിൽ വച്ചിരിക്കുന്നു? അതെ, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒരു 10 IAS-കാരുണ്ടെങ്കിൽ, ഒരു 100 IAS-കാർ ദൈവത്തെ അറിയുന്നവരുണ്ടെങ്കിൽ, ഒരു 100 ഡോക്ടർമാർ ദൈവത്തെ അറിയുന്നവരുണ്ടെങ്കിൽ, ഒരു 100 സെക്രട്ടേറിയറ്റിനകത്ത് ജോലി ചെയ്യുന്ന നല്ല ഭക്തരായിട്ടുള്ള ചിലരുണ്ടെങ്കിൽ എന്തെല്ലാം സാധിക്കുമായിരുന്നു, എന്തെല്ലാം സാധിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ദൈവം നൽകിയ ബുദ്ധി ഉപയോഗിച്ച് നല്ലവണ്ണം പഠിച്ച് നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ പോകരുത്. അത് നമ്മുടെ തലമുറകളെ ബാധിക്കും. വരും കാലങ്ങളിൽ ദൈവസഭകളിൽ യൗവനക്കാരില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വൈ? കാരണം മനുഷ്യൻ അവന് ബോധിച്ചതുപോലെ പോവുകയാണ്. ഞാൻ തിരിച്ചു മടങ്ങി വരട്ടെ. ഏദൻ തോട്ടത്തിൽ ദൈവം നൽകിയ ഒന്നാമത്തെ ദൈവത്തിൻ്റെ ഹിതമാണ് ഇവരെവിടെ താമസിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ഒരു തീരുമാനം എടുക്കണം. ദൈവമേ, അങ്ങനെ അയക്കുന്ന എവിടെയും പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ജസ്റ്റ് ഡബിൾ ചെക്ക്, എന്നെ ദൈവം തന്നെയാണോ അവിടെ അയക്കുന്നതെന്ന് ഒന്നുകൂടെ പരിശോധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ രണ്ടാമത്തെ ഹിതമെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 2:15. മതി. ദൈവം ആദമിനെ സൃഷ്ടിച്ചു. എന്നിട്ട് ആദമിനെ വിളിച്ചു, ആദമേ വാ, നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. ആദം ഇങ്ങനെ ദൈവത്തിൻ്റെ കൂടെ പോയി. കൊണ്ടുപോയിട്ട് ദൈവം ആദമിനെ എവിടെ ആക്കി? തോട്ടത്തിൽ വേല ചെയ്യാനും കാപ്പാനും ആക്കി. എന്തിനാ മനുഷ്യൻ ജോലി ചെയ്യുന്നത്? എന്തിനാ ജോലി ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞേ. തിന്നാൻ. ശരി, ഇവിടെ ആദമിന് ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ? പിന്നെ എന്തിന് ദൈവം ആദമിനോട് ജോലി ചെയ്യാൻ പറഞ്ഞു? ആലോചിച്ചേ. എന്തുകൊണ്ട് ആദം ജോലി ചെയ്യണം? ആദമിന് വലത്തോട്ട് കൈ നീട്ടിയാലും പഴം, ഇടത്തോട്ട് കൈ നീട്ടിയാലും പഴം, മുമ്പിൽ കൂടെ പോകുന്നതും എന്തും ആദമിന് സകല രീതിയിലും അവകാശമുണ്ട്. എന്നിട്ടും ആദമിനോട് ദൈവം പറയണം, ആദമേ നീ ജോലി ചെയ്യണം. എന്നിട്ട് പ്രത്യേകമായ ജോലി എന്ത് ചെയ്യണമെന്നും ദൈവം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദൈവത്തിന് മറ്റൊരു ഉദ്ദേശം കൂടെയുണ്ട്. എന്തെന്നറിയാമോ? ദൈവത്താൽ ജനിക്കപ്പെട്ട ഓരോരുത്തരും എവിടെ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആമേൻ. എല്ലാ യൗവനക്കാരോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആശങ്കയാണ്, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് പഠിച്ച് വളരുമ്പോൾ ഏത് ജോലിക്ക് പോകും, ഏത് ജോലി എനിക്ക് കിട്ടും. ഇന്ന് ഓവർ ചോയ്സാണ്, പല ജോലികളുണ്ട്. പക്ഷേ ഏത് ജോലിയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് കിട്ടുന്ന ഏതെങ്കിലും ജോലികൾ ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് ലോകത്തിലുള്ളവരാണ് അന്വേഷിക്കുന്നത്. എന്നാൽ ഞാനും നിങ്ങളും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് എന്താഗ്രഹിക്കുന്നോ ആ ജോലി തന്നെ ചെയ്യണം. ഈ പ്രായത്തിലെ പ്രാർത്ഥിക്കണം, ദൈവമേ അവിടുത്തെ ഹിതപ്രകാരമുള്ള ജോലി മാത്രം ചെയ്യാൻ എന്നെ സഹായിക്കണേ. പ്രാർത്ഥിക്കണം. ഈ ജോലി ചെയ്താലുള്ള ഗുണം എന്താണ്? പൈസ കിട്ടും. വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഇനി അവിടുത്തെ ഈ ഏദൻ തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് എന്താണ് ഗുണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സിസ്റ്റേഴ്സിന്, എല്ലാ പെൺകുട്ടികൾക്കും ഇവിടെ ഒരു 200 പേരുണ്ടെന്നങ്ങ് ചിന്തിച്ചോ. ഉദാഹരണമാണേ, 200 പേർക്ക് ഓരോ കിലോ ചിക്കൻ വെച്ച് തരുന്നു. വെറുതെ ആണേ, എന്നിട്ട് ഓരോ മണിക്കൂർ നിങ്ങൾക്ക് തരുന്നു. എല്ലാവർക്കും ഒരേ മണിക്കൂർ തരുന്നു. അതായത് 5 മണി മുതൽ 6 മണി വരെ സമയം, ഓരോ കിലോ ചിക്കൻ. എന്നിട്ട് ഈ ചിക്കൻ കറി വയ്ക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, ആവശ്യമായ സാധനങ്ങൾ എല്ലാവർക്കും തുല്യമായി തരുന്നു. അവസാനം
ഈ ചിക്കൻ കറി വയ്ക്കുന്നതിന് ഉള്ള സ്റ്റവും മറ്റ് സാധനങ്ങളും എല്ലാം കൃത്യമാണ്, തുല്യമാണ്, ടൈമും കൃത്യമാണ്. എല്ലാവർക്കും തന്നത് ഒരേ സമയമാണ്, ഒരേ കിലോ ചിക്കൻ കറിയാണ്, അളവിലും എല്ലാം കൃത്യമാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് ചിക്കൻ കറി വച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ രുചി എല്ലാം ഒരുപോലെ ആയിരിക്കുമോ വ്യത്യസ്തമായിരിക്കുമോ? അതെന്താ അങ്ങനെ? ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി. കിച്ചണിലാണ് ക്രിയേറ്റിവിറ്റിയുടെ ഡിഗ്രി എടുക്കണമെങ്കിൽ കിച്ചണിൽ കയറിയാൽ മതി. അതുകൊണ്ട് മക്കളെ, ഈ പ്രായത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും, ബാക്കി പറഞ്ഞേ, തക്കവണ്ണം പ്രാപിപ്പാൻ ദൈവസന്നിധിയിൽ വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാനും നിങ്ങളും വീട്ടിൽ ചെയ്യേണ്ട ജോലികൾ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും എൻ്റെ ചർച്ചിൽ ചെയ്യേണ്ട ജോലികൾ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ഈ സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യണം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരിക്കലും മടിയന്മാരെ ബൈബിളിൽ ദൈവം ഉപയോഗിച്ചിട്ടില്ല. വേദപുസ്തകത്തിലെ ചരിത്രം ഒന്നെടുത്ത് നോക്ക്, ബൈബിളിലെ കഥാപാത്രങ്ങളെ ഒന്നെടുത്ത് നോക്ക്. ബൈബിൾ കണ്ടിട്ടുള്ള എല്ലാ ഹീറോസും, എന്തിനേറെ പറയുന്നു, കാലേബ്, യോശുവ, ദാനിയേല്, ദാവീദ്, പൗലോസ്, അതുപോലെ തന്നെ പത്രോസ്, ഇങ്ങനെയുള്ള ഭക്തന്മാരെ എല്ലാം എടുത്തു നോക്കി. ഇവരൊക്കെ ചെറുപ്രായത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നു, ദൈവം അവരെ ഉപയോഗിച്ചു. അപ്പം മടിയന്മാരെ ആർക്ക് വേണ്ട? ഒന്നുകൂടെ, മടിയന്മാരെ ആർക്ക് വേണ്ട? മടിയന്മാരെ ആർക്ക് വേണ്ട? എന്നിട്ട് നമ്മൾ ഇടയ്ക്കിരുന്ന് പറയും, എന്നെ ദൈവം ഉപയോഗിക്കുന്നില്ല. എടാ മടിയാ, എങ്ങനെ ഉപയോഗിക്കും? കാട്ടത്തി പറക്കിക്കൊണ്ടിരുന്ന ആമോസിനെയും, അതുപോലെ തന്നെ ആടുകളെ മേയ്ക്കുവാൻ പോയ ദാവീദിനെയും, ആടുകളെ കരുതാൻ പോയ യോസെഫിനെയും, അതുപോലെ തന്നെ വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസിനെയും എവിടെയൊക്കെ എടുത്തു നോക്ക്. ശമൂവേല് ഏലിയുടെ പ്രവാചകന്റെ മുൻപിൽ ശമൂവേല് ഏലിയെ സഹായിച്ചുകൊണ്ടിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്തവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, വേല ചെയ്യുക, ജോലി ചെയ്യുക. ജോലി ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. നമ്മുടെ ഭവനങ്ങളിൽ മാതാപിതാക്കന്മാർ നൽകുന്ന ജോലി നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഈ പലർക്കും, പല യൗവനക്കാർക്കുള്ള ഒരു പ്രശ്നം, ഈ പാരൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേലക്കാരെ പോലെയാണ്. നമ്മൾ ഇരിക്കേണ്ടടുത്ത് അങ്ങ് ഇരിക്കും, രാജാവിനെ പോലെ. ചായ, കാപ്പി, ഫാൻ ഇട്, ആ ലൈറ്റ് ഓൺ ചെയ്. ഇവിടെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് കിച്ചണിൽ പോയി ചായ എടുക്കാനുള്ള 2 കാല് ദൈവം തന്നിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട്. നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെ വേലക്കാരായി പരിഗണിക്കരുത്. അവർ നമ്മുടെ വേലക്കാരല്ല. മക്കളെ, ഈ പ്രായത്തിൽ, ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ ഇൻ ദിസ് ഏജ്, ഈ പ്രായത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ ദൈവം നിങ്ങളെ അധികത്തിൽ വിശ്വസ്തരാക്കും. അധികത്തിൽ ദൈവം വിശ്വസ്തരാക്കും. ദൈവം ഓരോരുത്തർ എന്ത് ജോലി ചെയ്യണമെന്ന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മക്കളെ, മാതാപിതാക്കന്മാരെ കൊണ്ട് നിങ്ങളുടെ ജോലികൾ ചെയ്യിപ്പിക്കരുത്. പ്രത്യേകിച്ച് യൗവനക്കാരോട് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി കൗൺസിലിങ്ങിന് വന്നു, ഭാര്യയും ഭർത്താവും. ഈ പെൺകുട്ടി പറയാ, എൻ്റെ അച്ചായന് എന്നോട് ഒരു സ്നേഹമില്ല സാറേ. കല്യാണം കഴിഞ്ഞ് 3 മാസമായുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ അടിക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് യാത്രകൾ ചെയ്യാറുണ്ട്? ഭാര്യ ചോദിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്? അപ്പോൾ ഞാൻ ഈ മോളോട് ചോദിച്ചു, പിന്നെ എന്തോ കുഴപ്പം? സാറേ, കല്യാണം കഴിഞ്ഞ് 3 മാസമായി. അതുകൊണ്ട് ഇതുവരെയും ഒരിക്കൽ പോലും എനിക്ക് ചോറ് വാരി തന്നിട്ടില്ല. ഈ പെൺകുട്ടിയെ കൗൺസിലിംഗ് ചെയ്യണോ അമ്മയെ കൗൺസിലിംഗ് ചെയ്യണോ? പറ. അമ്മയെ. അപ്പം അമ്മയെ ഞാൻ വരുത്തി. അമ്മയുടെ അടുത്ത് ചോദിച്ചു. അപ്പം അമ്മയുടെ അടുത്ത് ചോദിച്ചോ, അമ്മ പറയാം, എൻ്റെ സാറേ, അവളെ ഞാൻ പൊന്നുപോലെയാണ് വളർത്തിയത്. മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ ഇതിൻ്റെ ചേർത്ത് പറഞ്ഞു പോവുകയാണ്, മക്കളെ പൊന്നുപോലെ വളർത്തരുത്, വല്ലവനും അടിച്ചിട്ട് പോവും. മക്കളെ മക്കളായിട്ട് വളർത്താൻ, അവർ ജീവനുള്ള ദേഹമാണ്, അവരെ മക്കളായിട്ട് വളർത്തുക. പ്രതികൂലങ്ങൾ നേരിടട്ടെ, പ്രയാസങ്ങൾ നേരിടട്ടെ. കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിൽ ദൈവം ആദമിനെ കൊണ്ടുപോയിട്ട് ഏദൻ തോട്ടത്തിൽ ആദ്യം ചെയ്തതെന്ന് അറിയോ? നീ വേല ചെയ്, നീ ജോലി ചെയ്. അത് ദൈവത്തിനൊരു ഹിതമുണ്ട്. അതിലൂടെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്താനായിട്ട് ഇടയാകും, യാതൊരു സംശയവുമില്ല. അടുത്ത ചോദ്യം, യേശു കർത്താവിന് അടുക്കളയിലെ പെരുമാറ്റ രീതികൾ അറിയാമായിരുന്നോ ഇല്ലയോ? എങ്ങനെ അറിയാം? തെളിവ്, കടലിൻ്റെ കരയിൽ മീൻ പിടിച്ചു. അടുക്കളയിലെ കാര്യങ്ങൾ യേശു കർത്താവ് തൻ്റെ പ്രസംഗത്തിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കമാൺ. കടുകിനെ കുറിച്ച് പറഞ്ഞു. വേറെ
ഉപ്പിനെ കുറിച്ച് പറഞ്ഞു. വേറെ കടുക് ഉപ്പേ ഉള്ളോ? ആ പുളിച്ച മാവ്, എണ്ണ, ഏതാ മുളകൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മുളക് ഗോതമ്പ്, വെരി ഗുഡ്, ഗോതമ്പ്. അപ്പോൾ അടുക്കളയിൽ ഉപയോഗിച്ചതിനെ യേശു കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞ് അതിലൂടെ കാര്യങ്ങൾ പറയുകയാണ്. യേശു കർത്താവ് എന്താ, ഒരിടത്ത് 100 തേങ്ങ ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരു തേങ്ങ ഒരുത്തൻ അടിച്ചിട്ട് പോയാൽ അങ്ങനെ ഒരു കഥ പറയാത്ത എന്താണ്? അവിടെ തേങ്ങ ഇല്ല. അവിടെ അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൃത്യമായിട്ട് യേശു കർത്താവിന് അറിയാമായിരുന്നു. മക്കളെ, പെൺകുട്ടികളെ, മക്കളെ, നിങ്ങളോട് ഞാൻ ചലഞ്ച് ചെയ്ത് ചോദിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഉപയോഗിക്കുന്ന അടുക്കളയിലെ വസ്തുക്കളെ കുറിച്ച് നിങ്ങൾക്ക് ശരിയായ ബോധ്യമുണ്ടോ? സച്ചിനെപ്പ ജനിച്ചെന്നറിയാം, കടുക് എവിടെ ഇരിക്കുന്നെന്നറിയത്തില്ല. മെസ്സിയുടെ നിക്കറിന്റെ നീളം എത്രയാണെന്നറിയാം. ലോകത്തിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട അനേക കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ലെങ്കിൽ, മക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. സ്വർഗത്തിലെ ദൈവം നമുക്ക് ബുദ്ധി തന്നത്, യുക്തി തന്നത്, ദൈവം നമ്മളെ ആ വീട്ടിലാക്കി വെച്ചിരിക്കുന്ന വേല ചെയ്യാനായിട്ടാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം എടുത്തു പറയട്ടെ. ഈ ചിലപ്പോൾ നമുക്ക് തോന്നും, ഞാനാര് വേലക്കാരിയോ? നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഉടനെ തന്നെ വിചാരിച്ചോളണം നിങ്ങൾക്കുള്ള പ്രതിഫലം പോയി. പക്ഷേ ഇത് ദൈവം നൽകിയ ശുശ്രൂഷയാണ്. എൻ്റെ വീട്ടിലൊരു ചായ എടുത്ത് കൊടുക്കുന്നത്, ഒരു കാപ്പി ഇട്ട് കൊടുക്കുന്നത്, ഞാനൊന്ന് ഫാൻ അണയ്ക്കുന്നത്, ഞാൻ വീട്ടിലെ പാത്രങ്ങൾ മാതാപിതാക്കന്മാരോടൊത്ത് ഒരുമിച്ചത് കഴുകുന്നത്, ഇതൊക്കെ ദൈവം തന്ന ശുശ്രൂഷയാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങളെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിക്കും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ഇതിൻ്റെ സംഘാടകരെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ അവർ ബാഡ്ജൊക്കെ ഇട്ട് ഇങ്ങനെ വിലസി നടക്കുന്ന പോലെ തോന്നും. പക്ഷേ രാവും പകലും ഉറക്കമില്ലാതെ എത്ര നാൾ അധ്വാനിച്ചതിൻ്റെ ഫലമെന്നറിയാമോ? ഇന്ന് നമ്മൾ ഈ കേൾക്കുന്ന വചനത്തിൻ്റെ പിന്നിലെ അവരുടെ അധ്വാനിച്ചു. അവിടെയാണ് മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് നമ്മൾ എവിടെ ജീവിക്കണം, 2 നമ്മൾ എവിടെ എന്ത് ജോലി ചെയ്യണം, ഇതിനെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. 3ാമത്തെ കാര്യത്തിലോട്ട് വരികയാണ്. വളരെ പ്രധാനം, ഈ പ്രായത്തിൽ അടിയന്തരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം. വായിക്കാം ഉൽപ്പത്തി പുസ്തകം 2:18. ഉൽപ്പത്തി പുസ്തകം 2:18. ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് ഒരു പ്രധാനപ്പെട്ട കീയാണ്. ഈ പ്രായത്തിൽ ഇത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പെട്ടു. എന്തെന്ന് പറയാം, ദൈവം പറയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല. അടുത്ത ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അടുത്ത ദൈവം എന്ത് ചെയ്തു? അടുത്ത ദൈവം എന്ത് ചെയ്തു? ആദവനെ പിടിച്ചു കിടത്തി ഉറക്കിയോ? ഇല്ല. ഞാൻ അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ദൈവം ചെയ്തത്, മോളെ വായിച്ചോ വീണ്ടും. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യനവയ്ക്ക് എന്ത് പേരിടുമെന്നറിയാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. അടുത്ത് ഇട്ടത് പേരായി. പേരിട്ടു. മൃഗങ്ങളെല്ലാം ഞാൻ അവന് ഇപ്പോൾ തക്കതായ തുണയെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഉടനെ തൊട്ടടുത്ത് ദൈവം ചെയ്തത്, പട്ടി ഫ്രണ്ടിൽ കൂടെ നടന്നു, പൂച്ച പോട്ട്, ആട് അനങ്ങാതെ പോ, വെള്ളക്കുതിര ചാടാതെ പോ. അപ്പോൾ ആദം ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നടന്നു വരുന്നതിന് 2 കാലിൽ വരുന്നതിന് ഇരുകാലി, 4 കാലിൽ വരുന്നതിന് 4 കാലി, ഇഴഞ്ഞു വരുന്നതിന് ഇഴജാതി, പറന്നു വരുന്നതിന് പറവജാതി എന്ന് പറഞ്ഞ് പേരൊക്കെ ഇട്ടു. എന്ന് പറഞ്ഞാൽ ഫുൾ സ്ട്രക്ചറും പഠിച്ചിട്ട് പേരും ഇട്ടു. എന്നിട്ടും പുള്ളി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം ഇദ്ദേഹത്തെ പിടിച്ച് കിടത്തിയിട്ട് ആകെ യഹോവയായ ദൈവം ഒരു ഗാഢനിദ്ര വരുത്തി നല്ല രീതിയിൽ അങ്ങ് ഉറങ്ങാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇടി മിന്നൽ വന്നാലും നീ എഴുന്നേക്കരുത്, ഉറങ്ങടാന്ന് പറഞ്ഞു. നല്ലവണ്ണം ഉറങ്ങി. ഉറങ്ങിയപ്പോൾ വാരിയല്ലുകളിൽ ഒന്നിനെ വലിച്ചെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചിട്ട് സ്ത്രീയാക്കി
മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശ്രദ്ധിച്ച് കേട്ടോണം, എനിക്കിതിൽ നിന്നൊരു ഉത്തരം വേണം. ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് മൃഗങ്ങളെയെല്ലാം ദൈവം വരുത്തി, തൊട്ടടുത്ത് ഈ സ്ത്രീ അതായത് ഹവ്വയെയും കൊണ്ടുവന്ന് നിർത്തി. ആദമിന് എങ്ങനെ മനസ്സിലായി ഇതെൻ്റെതാണെന്ന്? അതുപോലെ ഇരിക്കുന്നു. പലരും പറയാറുള്ളത് ഏതാണ്ട് കണ്ട ഒരുപോലെ ഇരിക്കുമെന്ന്. പക്ഷേ 98.4% ഒരുപോലെയാണ് ആദമും ചിമ്പാൻസിയും. സത്യം. 98. ചില പിള്ളേർ പ്രേമിക്കുമ്പോൾ പറയും എന്നെപ്പോലെ തന്നെ ആങ്കിളെ അവളും ദൈവം തന്നത് തന്നെ. എന്തോ നിന്നെ പോലെ? ഞാനും രാവിലെ എഴുന്നേറ്റ് പല്ലേക്കും, അവളും രാവിലെ എഴുന്നേറ്റ് പല്ലേക്കും. ഞാനും രാവിലെ എഴുന്നേറ്റ് അത് ചെയ്യും, അവളും രാവിലെ എഴുന്നേറ്റ് അത് ചെയ്യും. ഞാനും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, അവളും പ്രാർത്ഥിക്കും. ഞാനും പാട്ട് പാടും, അവളും പാട്ട് പാടും. ഒരുപോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ ചോദിക്കും എത്ര ശതമാനം? ഏതാണ്ട് 75% ഒരുപോലെയാണ്. ഇവിടെ 98.4% ചിമ്പാൻസിയും 98.9% ഗൊറില്ലയും ഒരുപോലെ ഇരിക്കും. ആദമിന് കണ്ട ചാടി വീഴാൻ തോന്നും, പക്ഷെ തോന്നിയില്ല. വൈ ഇനി ആലോചിച്ച് പറ. അപ്പൊ സമാനതകളല്ല എനിക്ക് ദൈവം ജീവിത പങ്കാളി ആരെന്ന് തീരുമാനിക്കുന്നത്. ആളെ കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നു. ഞാനും വെളുപ്പ്, അവളും വെളുപ്പ്. ഞാനും ചിരിക്കുമ്പോൾ പല്ല് കാണുന്നു, അവളും ചിരിപ്പിക്കുമ്പോൾ പല്ല് കാണുന്നു. അതല്ല ദൈവഹിതം. നമ്മൾ എവിടെ ജനിക്കണമെന്ന് ദൈവത്തിന് ഹിതമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് ഹിതമുണ്ട്. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ ആരെ വിവാഹം കഴിക്കണമെന്ന് ദൈവത്തിനൊരു ഹിതമുണ്ട്. സർവജ്ഞാനിയായ ദൈവത്തിനൊരു ഹിതമുണ്ട്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തോന്നുന്ന പിള്ളേരുടെ ബാക്കിൽ നിന്ന് നടന്ന് വിവാഹം കഴിക്കുന്നതല്ല ക്രിസ്തീയ വിവാഹം. അതല്ല ക്രിസ്തീയ വിവാഹം. സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന സംവിധാനം എന്നുള്ളത് എങ്ങനെ ഈ ആദമിന് മനസ്സിലായി ഇതാണ് ഹവ്വ എന്ന്? ഒന്ന് പറഞ്ഞേ, ഇതാണ് എൻ്റെ ജീവിത പങ്കാളിയെന്ന്. അവിടെയാണല്ലോ നമ്മൾ നിന്നത്. പെട്ടെന്ന് കമോൺ. എങ്ങനെ മനസ്സിലായി? ആ വാക്യത്തിൽ തന്നെ ഒരു ക്ലൂ ഉണ്ട്. ദൈവം മൃഗങ്ങളെല്ലാം വരുത്തി, തൊട്ടടുത്ത് ദൈവം അവളെ കൂട്ടിക്കൊണ്ടുവന്ന് നിർത്തി. രണ്ടും കൊണ്ടുവന്ന ദൈവമാണ്. പക്ഷെ ആദമിന് എങ്ങനെ മനസ്സിലായി ഇതാണ് എൻ്റെത്? അസ്ഥിയിൽ നിന്ന്. അത് നമ്മൾ പിന്നെ കഥയൊക്കെ വായിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായതാണല്ലോ ഇത് അസ്ഥിയിൽ നിന്നാണ് എടുത്തതെന്ന്. കമോൺ. വാരിയല്ല. പുള്ളി തപ്പി നോക്കി എഴുന്നേറ്റോടെ. എവിടെടാ എൻ്റെ വാരിയല്ല? ആരടാ കൊണ്ടുപോയത് ഈ വാരിയല്ല? വളരെ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. മറ്റെല്ലാത്തിനെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ദൈവം വരുത്തി. പക്ഷേ ഇത് മാത്രം ദൈവം അവളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവളുടെ കൈ ദൈവത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരുന്നു. ഷീസ് ഇൻ ടച്ച് വിത്ത് ഗോഡ്. ദൈവം നൽകുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നാമത് ഉറപ്പ് വരുത്തേണ്ടത് ഈ പെൺകുട്ടി, ഈ പയ്യൻ ദൈവവുമായി ശരിയായ ബന്ധമുള്ള ആളാണോ എന്നുള്ളതായിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഹിതം. കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതമെന്ന് ചിന്തിക്കരുത്. ദൈവമേ അങ്ങുമായി ബന്ധമുള്ള പെൺകുട്ടി ആയിരിക്കണം എൻ്റെ ഭാവിയിൽ വരേണ്ടത്. ഈ ചിലരൊക്കെ പറയാറുണ്ട് അത് ദൈവമായിട്ടൊരു ബന്ധം ഇല്ലെങ്കിലും കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ ബന്ധം ആക്കാമല്ലോ. അതായത് കല്യാണം കഴിച്ചതിന് ശേഷം ഈ പെൺകുട്ടി ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാലോ, ഈ പയ്യൻ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാലോ. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ എന്തോ പറഞ്ഞേനെ? നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളെയും പ്രേമിച്ച് കല്യാണം കഴിക്കുവിൻ, നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഞാൻ ലോകാവസാനം നോക്കിക്കോളാം. ഇതാണോ സുവിശേഷ രീതി? അല്ല. ഇത് നമ്മളെ പിശാചി തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നീ കല്യാണം കഴിച്ച് ലോകത്തിൽ ആരും സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല. സ്വർഗരാജ്യത്തിൽ എത്തുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയിട്ട് പരിഹാരം വരുത്തി എന്നുള്ളത് ഒരുവൻ സ്വയമായി വിശ്വസിച്ച് ആ ക്രൂശിലെ രക്തത്താലാണ് ഒരുത്തൻ സ്വർഗരാജ്യത്തിന് അവകാശിയാകുന്നത്, അല്ലാതെ കല്യാണത്തിലൂടെ അല്ല. നമ്മളെ പിശാചി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മക്കളെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമ്മളെ ഏതെങ്കിലും വിധേന ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറ്റാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. മക്കളെ, ഇവിടെ ഇതാ ദൈവം ആദമിനും ഹവ്വയ്ക്കും നൽകി അനുഗ്രഹിക്കപ്പെട്ട കാര്യം ഇത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അപ്പോൾ എല്ലാവരും 15 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് ഞങ്ങൾ ഇപ്പോഴേ പറയാറുള്ളത്. എന്തോന്നറിയാമോ? ഭാവിയിൽ നിങ്ങൾക്കാരാണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം. സന്തോഷമായി, നേരത്തെ കേൾക്കേണ്ടതായിരുന്നു. എന്തോ പ്രാർത്ഥിക്കണം എന്നറിയാമോ? കർത്താവേ, കാരണം നിങ്ങൾക്കുള്ള ആൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അയാളുടെ പ്രൊട്ടക്ഷൻ പ്രയറിന് വേണ്ടിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അത് മാത്രമേ പ്രാർത്ഥിക്കാവൂ. കർത്താവേ, എനിക്ക് വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്ന പെൺകുട്ടി നല്ലവണ്ണം വചനം വായിക്കാൻ സഹായിക്കണം,
നല്ലവണ്ണം വേദപുസ്തകവുമായിട്ട് ബന്ധമുള്ള പെൺകുട്ടിയായിരിക്കാൻ സഹായിക്കണം. എനിക്ക് വേണ്ടി ദൈവമാക്കി വെച്ചിരിക്കുന്ന പയ്യൻ അഴുക്കുചാലുകളിൽ പോയി വീഴാതിരിക്കാൻ സഹായിക്കണമേ. അത്രേ പ്രാർത്ഥിക്കാവൂ. അതിൻ്റെ കൂടെ അത് മത്തായി അങ്കിളുടെ മോൻ ആയിരിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുള്ളായിരുന്നു. പേര് ചേർത്ത് പ്രാർത്ഥിച്ചുള്ളായിരുന്നു. ഒടുവിൽ ദൈവം നമുക്ക് തരാനുള്ള ബെസ്റ്റിനെ നഷ്ടപ്പെടുത്തിയിട്ട് മത്തായി അച്ഛൻ്റെ മോനുമായിട്ട് നടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം എന്നുള്ളത്, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രായം 15 വയസ്സ് മുതലേ പ്രാർത്ഥിച്ചു തുടങ്ങണം. ദൈവമേ അങ്ങ് എനിക്ക് ആരാണ് തരാനായിട്ട് പോകുന്നത്, അതിനു വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ ഈ നാളുകളിൽ യൗവനക്കാർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്, കല്യാണം കഴിക്കണോ വേണ്ടയോ. കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. വേദപുസ്തകത്തിൽ വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരു വരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വരമുള്ള എല്ലാവരും വിവാഹം കഴിക്കണം. വരം ഇല്ലാത്തവർ, അതായത് വിവാഹം കഴിക്കാതിരിക്കാൻ വരമുണ്ട്. അത് പൗലോസ് എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെപ്പോലെ ആയാൽ നല്ലത്. എന്നാൽ വിവാഹിതരെ കുറിച്ച് പിന്നെ വീണ്ടും പറയണം. അതായത് വിവാഹം കഴിക്കാൻ വരമില്ലാത്ത ആൾ വിവാഹം കഴിക്കുകയും ചെയ്യരുത്, വിവാഹം കഴിക്കാൻ വരമുള്ള ആൾ കഴിക്കാതിരിക്കുകയും ചെയ്യരുത്, പാപമാണ്. പിന്നെ നിങ്ങൾക്ക് വരമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് 5 മിനിറ്റ് കൊണ്ട് മനസ്സിലായി. ഈ വിഷയം കേട്ടപ്പോൾ ആർത്തിയോടെ ആവേശത്തോടെ കേട്ടിരിക്കുന്നു. വരമുണ്ട് വരമുണ്ട് വരമുണ്ട്, 3 വട്ടം വരമുണ്ട്. സത്യമായിട്ട് 3 വട്ടം. വരവില്ലാത്തവർ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുന്നത്, ചന്ദ്രനിൽ എന്തോ കാര്യം പറയുന്നതെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും. മറ്റത് വിവാഹത്തെക്കുറിച്ച് കേട്ടാൽ ആവേശം. അപ്പോൾ വിചാരിച്ചോളാം ഇത് വരമുണ്ട്, 15 വയസ്സിലേ വരമുണ്ട്. വീണ്ടും ഞാൻ അടുത്ത ഇതിലോട്ട് വരികയാണ്. ദൈവത്തിന് ആദമിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന അടുത്തൊരു ഹിതത്തിലോട്ട് ഞാൻ വരാനായിട്ട് പോവുകയാണ്. വായിക്കാം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഒരു പ്രധാനപ്പെട്ട കീ ഇവിടെയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. മതി. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ആദം ഹവ്വയും ഒരു തെറ്റ് ചെയ്തു. ഈ തെറ്റ് ചെയ്തപ്പോൾ ഇവർ 2 പേർക്ക് മനസ്സിലായി ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു എന്ന്. തെറ്റ് സംഭവിച്ചതിനെ പരിഹരിക്കുവാൻ ഇവർ ചെയ്ത മാർഗം ഇത് ഈ ആദമിൽ നിന്ന് തുടങ്ങിയതാണ്. ഈ സാധനം നമ്മുടെ തലച്ചോറിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു തെറ്റ് സംഭവിച്ചു, ദൈവത്തിന് വിരോധമായി ഇവർ പാപം ചെയ്തു. ഉടനെ തന്നെ ആദവും ഹവ്വയും കൂടെ നമുക്കിനിപ്പോൾ എന്തോ ചെയ്യാൻ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്തായിരുന്നു, ഇവർക്ക് തമ്മിൽ ലജ്ജ തോന്നി, നാണക്കേട് തോന്നി. അപ്പോൾ അതാദ്യം മാറ്റണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ മനുഷ്യൻ്റെ ബ്രെയിനിൽ ഇങ്ങനെ പോകത്തുള്ളൂ. ഒരു പ്രശ്നത്തിലോട്ട് നമ്മൾ പോയി ചാടിയാൽ ആദ്യം ചെയ്യുന്നത് എങ്ങനെ മറയ്ക്കാമെന്ന് നോക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്തു, എങ്ങനെ മറയ്ക്കാം. ഉടനെ തന്നെ അത്തിയില എടുത്തിട്ട് തുന്നി അത്തിയിലേക്ക് വെച്ച് 2 പേരും നല്ല റെഡിമെയ്ഡ് വസ്ത്രം ഉണ്ടാക്കി. എന്നിട്ട് അടുത്ത് എന്ത് ചെയ്തു, വായിച്ച മോളെ. കേട്ടു. മതി. ഇവരെ വസ്ത്രമുണ്ടാക്കി. എന്നിട്ടും ദൈവം വന്നെന്ന് കേട്ടപ്പോൾ ഇവർ മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവം വന്നു, ഇവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ദൈവം അടുത്ത് ചെയ്തതെന്തെന്നറിയാമോ? ദൈവം അടുത്ത് ചെയ്തത് വായിച്ചോ, 22-ാമത്തെ വാക്യം, 3-ാം അധ്യായം 22. യഹോവയായ ദൈവം 21 വായിച്ച മോളെ. 21 യഹോവയായ ദൈവം ആദാമിനും ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി. അതാര് ചോദിച്ചു ഉടുപ്പ് വേണമെന്ന്? ആദം ഹവ്വയും പറഞ്ഞില്ലല്ലോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എത്ര വർഷമായിട്ട് ഈ ഭാഗം വായിച്ച് ധ്യാനിക്കാറുണ്ട്. ഇവിടെ എവിടെയെങ്കിലും അവരാരെങ്കിലും പറഞ്ഞു ഞങ്ങൾക്ക് നാണക്കേടാണ്, ചമ്മലാണ്, ഇച്ചിച്ചി പറ്റൂല എന്നൊന്നും പറഞ്ഞില്ല. ഇവർക്ക് ചമ്മലും ഇല്ല. ആർക്ക്? ഈ 2 പാർട്ടികൾക്കും. കാരണം ഈ ഡ്രസ്സ് അണിഞ്ഞു കൊടുത്ത ആരാണ്? അച്ചായനാണ് ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര ഹാപ്പിയായി. എൻ്റെ അച്ചായൻ എനിക്ക് തന്ന ഡ്രസ്സാണ്, ഞാൻ ഇത് ഊരുമില്ല. പക്ഷെ ദൈവം കണ്ടിട്ട് അടുത്ത് ആദ്യം എന്തോ ചെയ്തെന്നറിയാം. ദൈവം ഇവരോട് സംസാരിച്ചിട്ട് അടുത്ത് ചെയ്തത്, ദൈവം ഈ വസ്ത്രം മാറ്റി പുതിയൊരു വസ്ത്രം ഇട്ട് കൊടുത്തു. എന്തുകൊണ്ട്? ഇവർ റിക്വസ്റ്റ് ചെയ്തില്ല.
ഏതെങ്കിലും മൃഗം വന്ന് പറഞ്ഞോ? വല്ല പട്ടിയോ പൂച്ചയോ പിന്നെ അതുവഴി പോയ മറ്റേ സിംഹമോ കുരങ്ങോ വല്ല വന്നിട്ട് ദൈവത്തോട് പറഞ്ഞ് നാണക്കേട്, ഇത് കാണുമ്പോൾ ഒരു വല്ലായ്മ തോന്നുന്നു, ദൈവമേ വേറെ വസ്ത്രം ഇട്ടോട്, പറ്റൂല, ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ, താങ്ങുന്നതിനേക്കാൾ അപ്പുറമാണ് എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. എടാ, ഇവരാരും ഒന്നും പറഞ്ഞില്ല. എന്നിട്ടും ദൈവം എന്തുകൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു? നമ്മൾ അനേക ദൈവമക്കൾ ചെയ്യുന്ന വലിയൊരു പാപത്തിലേക്ക്, അതിൻ്റെ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവർ രണ്ടുപേർക്കും വസ്ത്രം ഉണ്ടായിരുന്നു, രണ്ടുപേരും പരാതി പറഞ്ഞില്ല. പക്ഷേ ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി, ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയ വസ്ത്രം ഇതല്ല. ഈ വസ്ത്രം അണിഞ്ഞുകൊണ്ടല്ല ഇവർ പോകേണ്ടത്. ദൈവം തൻ്റെ സർവജ്ഞാനം ഉപയോഗിച്ച് ദൈവഹിതപ്രകാരം മറ്റൊരു വസ്ത്രം അണിഞ്ഞുകൊടുത്തു. മറ്റൊരു വസ്ത്രം അണിഞ്ഞുകൊടുത്തു. ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച ദൈവമക്കളെന്ന് പറയുന്ന, ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചു എന്നറിയപ്പെടുന്ന, ദൈവത്തിൻ്റെ ആത്മാവുള്ളിലുള്ള ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞാനും നിങ്ങളും എന്ത് വസ്ത്രം ധരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഒരു പ്ലാനുണ്ട്. നമുക്ക് ഏതെങ്കിലും ടൈപ്പ് വസ്ത്രങ്ങൾ ധരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവരെല്ലാം അങ്ങനെ ധരിക്കുന്നു, എങ്കിൽ ഞാനും ഇങ്ങനെ ധരിക്കും. അതല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. പ്രിയമക്കളെ, നിങ്ങളോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഞാനിത് പറയട്ടെ. പലപ്പോഴും നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ തലച്ചോറിനെ പിശാച് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് സഹോദരിമാരോട് വളരെ വിനയത്തോടെ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. നമ്മളങ്ങനെ ചിന്തിക്കാറില്ല, എന്നാലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. സാധാരണ ഈ വസ്ത്രധാരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ പലരും പറയാറുള്ള ഒരു കാര്യമുണ്ട്. അത് കാണുന്ന ആളുടെ കണ്ണിൻ്റെ പറഞ്ഞേ കണ്ണിൻ്റെ കുഴപ്പമാണ്, അത് നിങ്ങളുടെ നോട്ടം ശരിയല്ല, അതാണ് കുഴപ്പം അല്ലേ? അപ്പം നമ്മളിങ്ങനെ മാറി നിന്നിട്ട് ഹവയോട് ചോദിക്കുക, ഇവിടെ ഇപ്പം ആരുടെ നോട്ടത്തിനാണ് പ്രശ്നം? ദൈവമേ, അങ്ങയുടെ നോട്ടം ശരിയല്ല, ഇത് കാണുന്നവൻ്റെ കണ്ണിനാണ് കുഴപ്പം. എനിക്ക് കുഴപ്പമില്ലല്ലോ. ഇല്ല. ഇനി എൻ്റെ അച്ചായൻ ആദം നിൽക്കുന്ന നിപ്പ് കണ്ടോ, എവറടി പോലെ? അച്ചായനും വല്ല കുഴപ്പമുണ്ടോ? അച്ചായനും കുഴപ്പമില്ല. ഇനി മൃഗങ്ങളെല്ലാം ചുറ്റുപാട് നടക്കുന്ന ഒരൊറ്റ മൃഗം പാപം ചെയ്യുന്നില്ല, ഇത് കണ്ടിട്ട് മൃഗത്തിനും കുഴപ്പമില്ല. പിന്നെ ആർക്കാണ് ഇത്ര പ്രശ്നം? നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. പപ്പയ്ക്ക് കുഴപ്പമില്ല, മമ്മിക്ക് കുഴപ്പമില്ല, പിന്നെ ദൈവദാസൻ എന്തിനാണ് പ്രശ്നം? അവർക്ക് കുഴപ്പമില്ല, ഇവർക്ക് കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ലൈഫ്, ദിസ് ഈസ് മൈ ടൈം എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഈ ഭൂമി, ഈ ലോകത്തിൻ്റെ അഴുക്കുചാലുകളിലേക്ക് അറിയാതെ വഴുതി വീഴുകയാണ്. മക്കളെ, നിങ്ങൾ ഓരോരുത്തരും ധരിക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, ദൈവസന്നിധിയിൽ ഒന്ന് സ്ക്രീൻ ചെയ്തിട്ട് വേണം അത് ധരിക്കാൻ. കാരണം നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്നെയും നിങ്ങളെയും കാണുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ ജനങ്ങളുടെ ആ ലീഡറായ മോശ ജനിക്കുമ്പോൾ മോശയുടെ മാതാവും പിതാവും കൂടെ ആ മോശക്കുഞ്ഞിനെ കൊല്ലാനായിട്ട് മറ്റുള്ളവർ തീരുമാനിച്ചപ്പോൾ രക്ഷപ്പെടുത്താൻ അവരൊരു കാര്യം ചെയ്തു. അവരെന്തോ എന്നറിയാമോ? അവർ ഇദ്ദേഹത്തെ ഈ കൊച്ചു പൈതലിനെ എടുത്തിട്ട് ആ പെട്ടകത്തിന് എന്ത് ചെയ്തു? കീല് പുരട്ടി, എന്നിട്ട് കുട്ടി അതിനകത്ത് കിടത്തി. പെട്ടിക്ക് കീലും പുരട്ടിയിട്ട് കുട്ടി അതിനകത്ത് കിടത്തി. ദൂരെ കൂടെ പോകുന്നത് കണ്ടിട്ട് കാണുന്ന മിസ്രൈം പുത്രിമാരെന്തോ പറഞ്ഞു? ഇതൊരു എബ്രായ പൈതൽ. എന്തോ പെട്ടിക്കകത്ത് മറ്റേ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചിരുന്നോ? ജാതി തെളിയിക്കുന്ന ഇത് എബ്രായ പൈതലാണ്, മോശയാണ് പേര്, അച്ഛൻ, അങ്ങനെയുള്ള എഴുതി വെച്ചിരുന്നോ? ഇല്ല. ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. കുട്ടിക്ക് പെരട്ടേണ്ടത് കുട്ടിക്കും, പെട്ടിക്ക് പെരട്ടേണ്ടത് പെട്ടിക്കും പെരട്ടാൻ പഠിക്കണം. ഇത് പെട്ടിക്ക് പെരട്ടുന്നിടത്ത് കുട്ടിക്ക് പെരട്ടുകയാണ്. നമുക്ക് മാത്രമേ ഉള്ളൂ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തത്. മറ്റു മതസമുദായത്തിലുള്ള സഹോദരങ്ങളെ കാണുമ്പോൾ അറിയാം, ഇത് ഇസ്ലാമിക സഹോദരിയാണ്, ഇതൊരു ഹൈന്ദവ സഹോദരിയാണ്. പക്ഷെ നമുക്ക് മാത്രമുള്ള ഒരു ബെല്ലും ബ്രേക്കും ഇല്ല. എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒരു നാളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരും കേട്ടോ. അവിടെ ഞാനും നിങ്ങളും ഇതിനു വേണ്ടി പമ്പ് ചെയ്ത പണത്തിന് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് യൗവനക്കാരെ, ഏത് വസ്ത്രം ധരിക്കുമ്പോഴും ദൈവസന്നിധിയിൽ വന്ന് നിന്നിട്ട് ഒരു കാര്യം ചോദിക്കണം: ദൈവമേ, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനിത് ധരിച്ചോളാം, അങ്ങയ്ക്ക് നാണക്കേട് വരുത്തുന്ന ഒന്നും ഞാൻ ധരിക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ ദൈവത്തിൻ്റെ ഹിതം വസ്ത്രധാരണത്തിൽ പോലും ഉണ്ട്.
ഞാനിതിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് വന്ന് നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ എവിടെ ജീവിക്കണമെന്നുള്ളതിലുണ്ട്. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ ഏത് ജോലി ചെയ്യണം എന്നുള്ള വിഷയത്തിലുണ്ട്. തീർന്നില്ല. ദൈവത്തിൻ്റെ ഹിതം നാം ആരെ വിവാഹം കഴിക്കണം എന്നുള്ള വിഷയത്തിലുണ്ട്. തീർന്നില്ല. ദൈവത്തിൻ്റെ ഹിതം നാം എന്ത് ധരിക്കണമെന്നുള്ളതിൽ പോലും ദൈവത്തിൻ്റെ ഒരു ഹിതമുണ്ട്. അവസാനത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതം, ഈ പ്രശ്ന പരിഹാര രീതികളിൽ ദൈവത്തിൻ്റെ ഒരു ഹിതമുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്, ഒരു രീതിയുണ്ട്. ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമുണ്ടായി. പ്രശ്നം ഇതായിരുന്നു, ഇവരുണ്ടാക്കി വെച്ച പ്രശ്നം ഇതായിരുന്നു. ഈ ഏദൻ തോട്ടത്തിൽ ഈ പഴം പറിച്ച് തിന്നതിലൂടെ ഇവർ അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേട് കാണിച്ചതോടുകൂടെ ഇവർ ഒരു വലിയൊരു പ്രശ്നത്തിലായി, പാപം ചെയ്തു. അതിന് ഇവർ കണ്ടെത്തിയ പരിഹാരം ശ്രദ്ധിച്ച് കേട്ടോണം. പ്രത്യേകിച്ച് നമ്മുടെ യങ് ബ്രെയിൻ ഉണ്ടല്ലോ, യൗവനക്കാരായ നമ്മുടെ ബ്രെയിന് ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ആദമിൽ ഹവ്വയിൽ നിന്നും തുടങ്ങിയതാണ്. അതായത് ഇവർ കണ്ടെത്തിയ മാർഗം, ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ഇഷ്യൂ എന്താണ്? ഞങ്ങൾ ലജ്ജിതരാണ്, അപ്പം ലജ്ജ മാറ്റണം. അതിനെന്ത് ചെയ്യണം? വസ്ത്രം ഇടണം. തീർന്നു. പക്ഷെ അതല്ല ഒറിജിനൽ പ്രശ്നം. ഒറിജിനൽ പ്രശ്നം പാപമാണ്. പാപം കാരണമാണ് ഇവർക്ക് നാണക്കേടുണ്ടായത്. ഇവർ നോക്കിയപ്പോൾ നാണക്കേട് മാറ്റാൻ എന്ത് ചെയ്യാമെന്ന് ഇവർ ചിന്തിച്ചുള്ളൂ. ഈ പാപത്തിൻ്റെ പരിഹാരം എന്താണെന്ന് ഇവർ ചിന്തിച്ചില്ല. അതുകൊണ്ടാണ്, ശ്രദ്ധിച്ചോണം, അതുകൊണ്ടാണ് ഈ ലജ്ജയും വച്ചുകൊണ്ട് ദൈവം വന്നപ്പോൾ മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. പേടിയാണ്. ഇവിടെ ഇരിക്കുന്ന പല യൗവനക്കാരും ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ മനസ്സിൽ വച്ചുകൊണ്ട് പേടിച്ചിരിക്കുകയാണ്. നിങ്ങൾ പേടിച്ചിരിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ഇതല്ല പ്രശ്ന പരിഹാരത്തിനുള്ള പാറ്റേൺ, രീതി. പിന്നെ എന്തോ ചെയ്യണം? ദൈവം വന്നിട്ട് ആദ്യം ചെയ്തത് ഇവരെ മരത്തിൻ്റെ പിന്നിൽ നിന്ന് മരത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നു. ഒളിച്ചിരിക്കുന്നതല്ല രീതി, ഒളിച്ചു വയ്ക്കുന്നതല്ല രീതി. ലോകത്തിൽ ഇതുവരെ ഒരു പാപവും ഒരു മനുഷ്യനും മറച്ചു വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യനും മറച്ചു വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ദാവീദ് തെറ്റ് ചെയ്തു, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പുറത്തു വന്നു. യൂദ കൂടെ നിന്ന് തെറ്റ് ചെയ്തു, 3.5 വർഷം കഴിഞ്ഞപ്പോൾ യൂദ ആരാണെന്ന് ജനത്തിന് മനസ്സിലായി. അനന്യാസും സഫീറയും തെറ്റ് ചെയ്തു, 3 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. ജനത്തിന് മനസ്സിലായി അവർ ചെയ്ത തെറ്റാണെന്താണെന്ന്. അബ്രഹാം ചെയ്ത തെറ്റ് ഇന്നും ഇസ്രായേൽ ജനങ്ങൾ ഹമാസിൽ നേരിടുന്ന പ്രശ്നം എന്തെന്നറിയാമോ? അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റാണ്. ഒരു പാപവും മറച്ചു വയ്ക്കപ്പെടുകയില്ല, ഒരു പാപവും മറഞ്ഞിരിക്കുകയില്ല. മറനീക്കി പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. യൗവനക്കാരെ, ഞാനും നിങ്ങളും കഴിഞ്ഞ നാളുകളിൽ രഹസ്യ ജീവിതത്തിൽ കടന്നുപോയ പ്രശ്നങ്ങൾ ഇന്നും നിങ്ങളുടെ തലയിലിരുന്ന് നിങ്ങളെ ഭയപ്പെടുത്തുകയാണെങ്കിൽ, ഇന്നും നിങ്ങൾ അതിനെ ഓർത്ത് വിലപിക്കുകയാണെങ്കിൽ, ഇന്നും നിങ്ങൾ അതിനെ ഓർത്ത് ഭയപ്പെടുകയാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് പറയുകയാണ്, എനിക്കൊരു ഹിതമുണ്ട് ഈ വിഷയത്തിൽ. എന്തെന്നറിയാമോ? നീ ആ മരത്തിൻ്റെ പിന്നിൽ നിന്നും മരത്തിൻ്റെ മുന്നിലേക്ക് വരണം. ഒളിച്ചിരിക്കുന്നതല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് പാപപരിഹാരം നടത്തിയാൽ ദൈവം തീർച്ചയായും മനസമാധാനത്തോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കും. ഈ ആദം ഹവ്വയുടെയും ജീവിതത്തിൽ അവർ കണ്ടെത്തിയ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആരും അറിയത്തില്ല എന്ന് ചിന്തിച്ച്, ആർക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ചിന്തിച്ച് മാതാപിതാക്കന്മാരെ കബളിപ്പിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, ദൈവദാസന്മാരെ കബളിപ്പിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അധ്യാപകരെ കബളിപ്പിക്കുന്ന, നമ്മുടെ രാഷ്ട്രത്തെ കബളിപ്പിക്കുന്ന ഏതെങ്കിലുമൊക്കെ പാപസ്വഭാവങ്ങൾ നിങ്ങൾ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഉള്ളിൽ അതിനെയും പേറി നടക്കുകയാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം പറയുകയാണ്, മോനെ, നീ ഈ മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കാതെ നിനക്ക് ഈ മരത്തിൻ്റെ മുന്നിൽ വരാനായിട്ട് മനസ്സുണ്ടോ? ദൈവം നൽകിയ വസ്ത്രം ധരിച്ചതിന് ശേഷം പിന്നെ അവരൊരിക്കലും ഭയപ്പെട്ടിട്ടില്ല, പിന്നെ അവരൊരിക്കലും ലജ്ജ തോന്നിയിട്ടേയില്ല. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്, തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ നൽകും എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട കാര്യം. യൗവനക്കാരെ,
ഈ ക്യാമ്പിൻ്റെ പിന്നിൽ ക്യാമ്പിൻ്റെ സംഘാടകർ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആത്യന്തിക ആഗ്രഹം ഇത് തന്നെയാണ്. ഇവിടെ ചിലർ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ കരയേണ്ടതുണ്ട്. ഇവിടെ ചിലർ കണ്ണുനീരോടുകൂടെ ഈ മരത്തിൻ്റെ പിന്നിൽ നിന്നും മരത്തിൻ്റെ മുന്നിൽ വന്ന്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് വരേണ്ടതുണ്ട്. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റത് കേവലം അതൊരു ഉയർപ്പായിരുന്നില്ല. മാനവരാശിയുടെ പാപത്തിന് വേണ്ടിയിട്ട്, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. ആ യേശു കർത്താവ് ക്രൂശിൽ മരിച്ച സമയത്ത് ആ ക്രൂശിൻ്റെ അടുക്കലേക്കാണ് ദൈവം നമ്മെ ഇന്ന് വിളിക്കുന്നത്. അതാണ് തൂങ്ങപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരക്കുരിശ്. നമ്മൾ ഒളിച്ചിരിക്കുന്ന മരം മറ്റൊരു മരമാണ്. ആരും എന്നെ കാണത്തില്ല, കേൾക്കത്തില്ല എന്ന് പറഞ്ഞുള്ള മരമാണ്. പക്ഷെ അവിടെ നിന്ന് ക്രൂശിൻ്റെ അടുക്കിലേക്ക് വന്നാൽ നമ്മൾ വിജയിച്ചു. നമുക്ക് എത്ര പേർക്ക് അതിന് മനസ്സുണ്ട്? കണ്ണുകളെ അടയ്ക്കാം. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. കണ്ണുകളെ അടയ്ക്കാം ദൈവസന്നിധിയിൽ ഒരു നിമിഷം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ നാം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവദാസന്മാർ, അഭിഷിക്തരായിട്ടുള്ള ദൈവദാസന്മാർ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര പേർക്ക് പറയാനായിട്ട് സാധിക്കും, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം വിട്ടുള്ള യാത്രയായിരുന്നു, എന്നാൽ ഇവിടെ ഇതാ ഒരു ദൈവമകൻ എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ജീവിച്ചാൽ യൗവനക്കാരെ നിങ്ങൾ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കും, യാതൊരു സംശയമില്ല. എന്നാൽ ഇതുവരെയും കർത്താവേ, ഞാൻ അവിടുത്തെ സന്നിധിയിൽ വരാതെ ഈ മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്, അങ്ങനെ ഒരു മനോഭാവമാണ് നമുക്കുള്ളതെങ്കിൽ ഇന്ന് കർത്താവ് ഈ പകൽക്കാലം പറയുകയാണ്, മരത്തിൻ്റെ പിന്നിൽ നിന്നും മരത്തിൻ്റെ മുന്നിലേക്ക് വരുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തി, അതേ കർത്താവേ, ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഒരു മാനസാന്തരം, ഒരു ഹൃദയത്തിൻ്റെ തകർച്ച. ദൈവം അതാണ് ആ ആദമിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ കണ്ടത്. അവർക്ക് ജീവിതത്തിൽ രക്ഷ നേടുവാനായിട്ടിടയായി. എത്ര പേർക്ക് മനസ്സുണ്ട്? കർത്താവേ, ശരി തന്നെയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ച ആവശ്യമാണ്. ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. എൻ്റെ സകല പാപവും കഴുകി ശുദ്ധീകരിക്കുവാൻ അവിടെ നിന്ന് ക്രൂശിൽ മരിച്ചു, ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ദൈവമകനായി മകളായി തീരുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഒരു പുനർസമർപ്പണം ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. ദൈവത്തിൻ്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ വന്ന് അവിടുത്തെ വചനത്തിൻ്റെ മുൻപിലിരിക്കുവാൻ ഈ ഉച്ചകഴിഞ്ഞ സമയം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആദമിൻ്റെ ജീവിതത്തിൽ താൻ എവിടെ ജീവിക്കണമെന്നും, താൻ എന്ത് ജോലി ചെയ്യണമെന്നും, താൻ ആരെ വിവാഹം കഴിക്കണമെന്നും, താൻ എന്ത് വസ്ത്രം ധരിക്കണമെന്നും, താൻ ഏത് രീതിയിൽ പ്രശ്നങ്ങളെ നേരിടണമെന്നും ദൈവത്തിനൊരു ഹിതമുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് കേട്ടത് അത് തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവഹിതം പോലെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. പിശാച് ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങളെയും വഴിതെറ്റിക്കാതെ വണ്ണം ദൈവം കാക്കണമേ. പരിശുദ്ധാത്മാവിന് അനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവഹിതം ചെയ്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുമെന്ന് കേട്ടു. അതേ കർത്താവെ, ഈ ഇന്ത്യക്ക് ഈ കുഞ്ഞുങ്ങളെ ആവശ്യമാണ്, ഈ ദേശത്തിന് ഈ കുഞ്ഞുങ്ങളെ ആവശ്യമാണ്, ഞങ്ങളുടെ സഭകൾക്ക് ഈ കുഞ്ഞുങ്ങളെ ആവശ്യമാണ്. ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ, പുത്രൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കളെന്നുള്ള നിലയിൽ ജീവിപ്പാൻ എല്ലാവരും അവിടെ നിന്ന് സഹായിക്കണം. പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.